പത്തനംതിട്ടയിൽ ഈ തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണി വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി പറയുന്നു. പഴകുളം മധുവിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇന്ത്യ മുന്നണി ഈ മാച്ച് ഫിക്സിങ്ങിനെതിരായി നടത്തുന്ന ഒരു പോരാട്ടമാണ് എന്നാണ്. ആ മാച്ച് ഫിക്സിങ്ങിനെതിരായ പോരാട്ടത്തിൽ പത്തനംതിട്ടയിൽ പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തന്നെ അടികൂടുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. അത് സത്യമാണോ എന്നുള്ളത് ആദ്യം അറിയണം. അതായത് നിലവിൽ തോമസ് ഐസക്കിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് പാർട്ടിക്കുള്ളിലാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും നന്നായി പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ വോട്ടിൽ ഒരു മണ്ഡലം നഷ്ടപ്പെട്ടതിൽ പാലക്കാട് കഴിഞ്ഞാൽ പത്തനംതിട്ടയാണ്. അതെ. അതിനുശേഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് എം കടന്നു വന്നത്. ഇന്ന് കോട്ടയം നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലെയും MLA മാർ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7-7 വിജയിക്കാനായി. ഇതിനർത്ഥം എന്താണ്? ഈ പത്തനംതിട്ട ജില്ലയുടെ പത്തനംതിട്ട മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ഒരു താരതമ്യവുമില്ല. അതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടെ പറയാം, മുന്നണി ബലാബലത്തിന്റെ ശാക്തിക ബലാബലത്തിന്റെ മേൽക്കൈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കേരളമെന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരായി വോട്ട് ചെയ്യണം. അങ്ങനെ ഒരിക്കൽ BJPക്കെതിരായി വോട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ മണിപ്പൂരിനെ കുറിച്ച് ഓർക്കുമ്പോൾ 2004 കേരളം വോട്ട് ചെയ്തത് ഗുജറാത്ത് വംശഹത്യയുടെ കാലത്താണ്. ഇതേപോലെ ഗുജറാത്തിൽ ഭീകരമായ നിലയ്ക്ക് ന്യൂനപക്ഷ വേട്ട നടന്നപ്പോൾ രാജധർമ്മം പാലിക്കണമെന്ന് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിട്ടും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ നരേന്ദ്രമോദി അനങ്ങിയില്ല. നീണ്ടുനിന്ന കലാപങ്ങളുടെ നടുവിൽ നീറുനിന്ന ഇന്ത്യ രാജ്യത്തെ മനുഷ്യർ എങ്ങനെയെങ്കിലും ഈ BJP സർക്കാരിനെ അധികാരത്തിൽ നിന്ന് ഇറക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ 2004 കേരളം വോട്ട് ചെയ്തു. കേരളത്തിന്റെ 2004 വോട്ട് 18 LDF-നായിരുന്നു. ഒരു കോൺഗ്രസ്സുകാരനും പോലും കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയില്ല. പക്ഷെ 2004 കേരളത്തിലെ ജനവിധി ഇന്ത്യ രാജ്യത്തെ പരാജയപ്പെടുത്തിയില്ല. പകരം ഒരു UPA സർക്കാർ ഉണ്ടായി. പക്ഷെ അന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഇത്ര ശക്തമായിരുന്നില്ല. അവിടെ അരുണിനാണ് തെറ്റിയത്. സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമില്ല. നിങ്ങൾ തന്നെ നടത്തിയ, ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിയ എല്ലാ സർവേകളും തെളിയിക്കുന്ന എന്താണ്? കേരള സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമില്ല. എന്നാൽ കേരള സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ ഇവർ രണ്ടുപേരോട് കൂടി ഒരു കൂട്ടുകച്ചവടം നടത്തി. ആ കൂട്ടുകച്ചവടം ഞങ്ങൾ പൊളിച്ചു. കേരളത്തെ തകർക്കാൻ, സാമ്പത്തികമായി തകർക്കാൻ, ഫെഡറലിസത്തെ തകർക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുകയും ആ നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ശ്രമങ്ങളെയും ശ്രീമാൻ ആന്റണി ഉൾപ്പെടെയുള്ള UDF MP-മാർ ഡൽഹിയിൽ പോയി പിന്തുണയ്ക്കുകയും അതിന്റെ ഭാഗമായി കേരളത്തിന് സമ്പത്ത് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ലഭിക്കേണ്ടത് നിഷേധിക്കപ്പെടുകയും ചെയ്തു. ആന്റണി പിന്തുണച്ചു എന്ന് പറയുന്നത് അങ്ങ് ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് അനിൽകുമാർ? ആന്റണി എന്നോട് പറഞ്ഞത് നമ്മൾ പലതവണ ഈ മണ്ഡലത്തിന് വേണ്ടി തന്നെ പോയി പരിശ്രമിച്ചിട്ടുണ്ട്, പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ TN പ്രതാപന്റെ അടിയന്തര പ്രമേയം താങ്കൾ കണ്ടതല്ലേ? TN പ്രതാപന്റെ അടിയന്തര പ്രമേയം പാർലമെന്റിൽ വന്നില്ല. ഒരു നോട്ടീസ് കൊടുത്ത മാത്രമേ ഉള്ളൂ. ഒരു പാർലമെന്റിലും വന്നില്ല. ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറയാം. ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു. പ്രസാദ് എന്ന കർഷകൻ ആത്മഹത്യ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട UDF MP-മാരുടെ നിലപാട് എന്തായിരുന്നു? കേരളത്തിന് 1 രൂപ പോലും കിട്ടാനില്ല. ഞാൻ ബഹുമാനപ്പെട്ട VD സതീശന്റെ പ്രസ്താവന ഞങ്ങളുടെ മുന്നിൽ വെക്കാം. പ്രസാദിന്റെ ആത്മഹത്യയെ തുടർന്ന് അവിടുത്തെ കർഷക സംഘടനയായ BJPയുടെ കൂടെ നേതാവാണ് VD സതീശൻ പറയുന്നു, കേരളത്തിന് 1 വെള്ളി രൂപ അവിടുന്ന് കിട്ടാനില്ല, പണം കിട്ടാനുള്ളത് കള്ളം. ഇപ്പൊ എന്താ തെളിഞ്ഞത്? 850 കൊടുത്തു. ഈസ്റ്റർ ദിനമാണ്. ഞാൻ ബൈബിൾ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരായ വികാരമുണ്ടാക്കാൻ ഈ 2 കൂട്ടം നടത്തിയ പരിശ്രമത്തെ സ്വതന്ത്രമാക്കിയത് എങ്ങനെയാണ്? ഇതേവരെ കിട്ടാനില്ലാതിരുന്നു എന്ന് പറയുന്ന കേരളത്തിൽ 2019 മുതലുള്ള കുടിശ്ശിക 852 കോടി രൂപ പിടിച്ചു വാങ്ങിയെന്ന് മാത്രമല്ല, 750 കിട്ടാനുണ്ടെന്ന് മാത്രമല്ല, ഈ കൊല്ലം നെല്ലെടുത്ത് കൊടുത്താൽ 1000 കോടി തരാനുണ്ട്. നോക്കൂ പഴകുളം മധു, സത്യം സ്വതന്ത്രമാക്കുമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ആരെയാണ് സ്വതന്ത്രനാക്കുക എന്നതാണ് ചോദ്യം. അതായത് പ്രധാനപ്പെട്ട ആക്ഷേപം ആദ്യ റൗണ്ടിൽ അനിൽകുമാർ ഉന്നയിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളും BJPയും ചേർന്നൊരു കൂട്ടുകച്ചവടമുണ്ടെന്നും അത് പത്തനംതിട്ട മനസ്സിലാക്കുമെന്നും കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ 2004 ആവർത്തിക്കുമെന്നുമാണ് മറുപടി. സത്യം സ്വതന്ത്രമാക്കേണ്ട അനിൽകുമാർ ആദ്യം പറയേണ്ടത് താങ്കൾ ചോദിച്ച ചോദ്യം ഉത്തരവാണ്. CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ 2 സീനിയർ നേതാക്കന്മാർ തമ്മിലടിച്ചതിന് മറുപടി പറയണ്ടില്ല, ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല, പ്രശ്നമല്ല. ഇവിടെ അനിൽകുമാർ പറയുന്നത് ഇന്നെങ്കിലും മറുപടി ഒറ്റ വാചകത്തിൽ പറയണില്ല. ഒറ്റ വാക്കേ ഉള്ളൂ. ഈ സമരാജ്ഞ നടത്തിയപ്പോ
സതീശനും BD സതീശനും സുധാകരനും പെരുമാറിയ പോലെ ഒരു സംഭവവും അത്ര ഉണ്ടായിട്ടില്ല. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായിട്ടില്ല. അത്ര ഉണ്ടായിട്ടില്ല. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായിട്ടില്ല. അത്ര ഉണ്ടായിട്ടില്ല. അല്ല ഒരു സംഭവവും. അപ്പൊ അടി നടന്ന് സമ്മതിച്ചു. ഞാൻ പറഞ്ഞത് അതിന്റെ അളവാണ്. ഞാൻ പറഞ്ഞത് പ്രയോഗമേ ഇല്ലാതെ അളവിലെ വ്യത്യാസം സംഭവം മാത്രമേ ഉണ്ടായിട്ടില്ല. അത് തന്നെ പറഞ്ഞത്. അല്ല, കാര്യങ്ങൾ മനസ്സിലായി. മാത്രമല്ല നമ്മളുടെ വാസ്തവം വിശദീകരിക്കുകയും ചെയ്തു. പറഞ്ഞോളൂ. എന്റെ പോയിന്റ് വ്യക്തമാക്കാൻ സമയം പറഞ്ഞോളൂ. അപ്പൊ അടി നടന്നു എന്നും അതിന്റെ ഇതാണ് ഈ വേവ് ലെങ്ത് അല്ലെങ്കിൽ അതിന്റെ ഏറ്റക്കുറിച്ചിൽ മാത്രമേ തർക്കമുള്ളൂ. അപ്പൊ എന്തോ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ വാചകം ചർച്ച അല്ല ഇടപെടുകയാണെങ്കിൽ അല്ല, ഒറ്റ കാര്യമുള്ളൂ. അവിടെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ തെറ്റിദ്ധരിക്കരുത്. സമരാജ്ഞ നടന്നപ്പോൾ BD സതീശനും അതുപോലെ തന്നെ സുധാകരൻ തമ്മിലുള്ള പറഞ്ഞ കാര്യം, അത്തരമൊരു കാര്യം പത്തനംതിട്ട CPM ഓഫീസിൽ നടന്നിട്ടില്ല. മനസ്സിലായി എന്ന് പറഞ്ഞാൽ അതേ നടക്കാതുള്ളൂ, ബാക്കി നടന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതെന്റെ അവകാശമാണ്. താങ്കൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. താങ്കൾ പറഞ്ഞ പോലെ അങ്ങനെ ഒന്നുമേ നടന്നിട്ടില്ല. സമരാജ്ഞി പോലെയുള്ളത് നടന്നിട്ടില്ല. സമരാജ്ഞി പോലെയുള്ളത് നടന്നിട്ടില്ല. പറഞ്ഞോളൂ. അത് ചർച്ച ചെയ്യേണ്ട. കമ്മിറ്റി ഓഫീസിൽ രാഷ്ട്രീയ ചോദ്യം ഇലക്ഷൻ കഴിഞ്ഞാൽ ഇനി അടി നടക്കാം. നമുക്ക് അന്നേരം കാണാം, നേരിട്ട് കാണാം. പോട്ടെ. രാഷ്ട്രീയപരം